ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദേവ്സ് 111 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ജീവിതത്തിൽ നടന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വലുതും ചെറുതുമൊക്കെയായ കുറേ ആഗ്രഹങ്ങളുള്ളവരാണ് നമ്മളൊക്കെയും. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കുറേ കഷ്ടപ്പാടുകളൊക്കെ നേരിടേണ്ടി വരാറുണ്ട്. പലപ്പോഴും കഷ്ടപ്പാടുകളൊക്കെ വെറുതെയായി നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കും വരാറുണ്ട്. എന്നാൽ നമുക്ക് ചുറ്റുമുള്ള പല ആളുകളും ആഗ്രഹിച്ചതൊക്കെയും അത് ഒക്കെ നേടി വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നത് നമ്മളൊക്കെ കാണാറുണ്ടല്ലേ. പല സെലിബ്രിറ്റീസിനെയൊക്കെ എടുത്തു നോക്കിയാൽ അവരവരുടെ വിജയകഥകളൊക്കെ പറയുമ്പോൾ അവരൊക്കെ പറഞ്ഞു വരുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ മൈൻഡിനെ ട്രാൻസ്ഫോം ചെയ്ത് വിജയത്തിലേക്ക് നടന്നു കയറിയതാണ് എന്ന കാര്യം. എങ്ങനെയാണ് ഈ മൈൻഡ് ട്രാൻസ്ഫോം ചെയ്യേണ്ടത്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളൊക്കെ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പലതും ചെയ്യാറുണ്ട്. ഒരുപാട് പവർഫുള്ളായിട്ടുള്ള വളരെ പോപ്പുലറായിട്ടുള്ള ഒരുപാട് മെത്തേഡ്സുകൾ ഇന്ന് നമുക്കൊക്കെ അറിയാം. അത് യൂസ് ചെയ്ത് സക്സസ്ഫുള്ളായ ഒരുപാട് ആളുകളുമുണ്ട്. എന്നാൽ അതിൽ ചില ഒരു പെർസെൻറ്റേജ് ഓഫ് ആളുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് എത്ര തന്നെ ടെക്നിക്കുകൾ യൂസ് ചെയ്താലും എത്രയൊക്കെ ശ്രമിച്ചാലും അവർക്ക് അവരുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ കഴിയാതെ വരുന്നു. എത്രയൊക്കെ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടും നടക്കുന്നില്ല. അവിടെ നമ്മൾ കൊടുക്കേണ്ട ഇമോഷൻസും ഫീലും കറക്റ്റാകാതെ വരുന്നതാണ് മെയിൻ കാര്യം. നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഇമോഷൻ ആവണം നമുക്കുണ്ടാകേണ്ടത്. അപ്പോൾ അത്തരത്തിൽ ഒരേ സമയം നമ്മളുടെ മനസ്സിനെ മാറ്റിമറിക്കാനും ഒപ്പം അതുപോലെ തന്നെ വളരെ പവർഫുള്ളായി വർക്കാവുന്നതുമായ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ യൂസ് ചെയ്ത് എന്നെ മെൻ്റലി വളരെ നല്ല രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ളതും ഞാൻ ഇപ്പോഴും ഡെയിലി എൻ്റെ ലൈഫിൽ യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു ജീവിതചര്യയുടെ ഭാഗമായി മാറിയ ഒരു മെത്തേഡാണിത്. നിങ്ങളൊക്കെ കണ്ണാടികൾ നോക്കുന്നവരാകും അല്ലേ? ഈ ഒരു ബിസി ലൈഫിൽ ഇങ്ങനെ ചിലപ്പോൾ മുടിയൊന്ന് ശരിയാക്കാനോ മേക്കപ്പ് ഇടാനോ അല്ലെങ്കിൽ നമ്മളുടെ ഡ്രസ്സൊക്കെ ഒന്ന് റെഡിയാക്കാനോ നമുക്ക് അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് കണ്ണാടികൾ നോക്കുന്നവരായിരിക്കും ഭൂരിപക്ഷം ആൾക്കാരെല്ലാം. അതിനെ പോലും കണ്ണാടി നോക്കാത്തവരുമുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാനുള്ള അത്ഭുത ശക്തിയുള്ള ഒന്നാണ് ഈ മിറർ. അതെങ്ങനെ ചെയ്യും എന്നുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഞാനിന്ന് പറഞ്ഞു തരാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയൊരു മുന്നേറ്റത്തിന് തുടക്കമാകട്ടെ ഈ മെത്തേഡ്. എന്തുകൊണ്ടാണ് ഈ മിറർ മാനിഫെസ്റ്റേഷൻ ശക്തമാകുന്നതിനെക്കുറിച്ച് ചോദിച്ചാൽ, നമ്മൾ കണ്ണാടികൾ നോക്കി നമ്മളോട് തന്നെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനോടാണ് അവിടെ സംസാരിക്കുന്നത്. നമുക്ക് കണ്ണിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഉടനെ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ചില സത്യങ്ങളുണ്ട്. ഇതാണ് ഞാൻ, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ മനസ്സ്, ഇതാണ് എൻ്റെ വിശ്വാസം, ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ഇതൊക്കെ നമ്മളുടെ ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. മിററിൽ നോക്കി നിങ്ങൾ പറയുന്ന ഓരോ വാക്കും നിങ്ങളുടെ കോൺഫിഡൻസ് ആവട്ടെ, നിങ്ങളുടെ സെൽഫ് ബിലീവ്സുകളാവട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നർ പവർ, ഇതൊക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ലോകത്തെ മാറ്റുന്നതിന് മുമ്പ് നമ്മൾ നമ്മളെയാണ് മാറ്റേണ്ടത് എന്ന ഒരു വലിയ സത്യമാണ് ഈ മിറർ നമ്മളെ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് മിറർ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടതെന്ന് പറയാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പോകുന്നത് എങ്കിൽ ഉറപ്പായും രാവിലെ എണീക്കുന്ന സമയമോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയമോ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അല്ല, നിങ്ങൾ മിററിൽ സംസാരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു സമയവും ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ണാടിയിൽ നോക്കി ആദ്യം നമ്മൾ ഒരു മിനിറ്റ് നമ്മളുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു മിനിറ്റ് ഒന്ന് കാമാകുക. ഒരു 2-3 ഡീപ് ബ്രീത്തൊക്കെ എടുത്ത് വളരെ സമാധാനത്തോടെ നമ്മളുടെ കണ്ണിലേക്ക് ഒന്ന് നോക്കിയിരിക്കുക. അപ്പോൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് നമ്മൾ കണക്റ്റ് ആകും കണ്ണിൽ നോക്കുമ്പോൾ.
എന്നിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിച്ചു തുടങ്ങുക. അതിങ്ങനെ ഒരു പോസിറ്റീവ് അഫർമേഷൻസ് പോലെ പറയാം. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഐ ആം ദേവിശ്രീ, ഐ ലവ് മൈസെൽഫ്, ഐ ആം ഇനഫ്, എല്ലാവിധ സ്നേഹവും വിജയവും ഞാൻ അർഹിക്കുന്നു, ഞാൻ ബ്യൂട്ടിഫുള്ളാണ്, അകവും പുറവും ഞാൻ മനോഹരമാണ്, ഞാൻ ഇമോഷണലി മെൻ്റലി സ്പിരിച്വലി സ്ട്രോങ് ആണ്, ഞാൻ എന്നെ ഡീപ്ലി അൺകണ്ടീഷണലി ഇഷ്ടപ്പെടുന്നു, ഞാൻ എൻ്റെ ലൈഫിലെ എല്ലാ ആഗ്രഹങ്ങളും അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എൻ്റെ എല്ലാ സ്വപ്നങ്ങളും റിയലായി മാറുന്നു, താങ്ക് യു യൂണിവേഴ്സ് ഫോർ ദ വണ്ടർഫുൾ ബ്ലെസ്സിങ്സ്. ഇങ്ങനെ തുടങ്ങി നമുക്ക് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും നമുക്ക് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുക. അങ്ങനെ നമ്മൾ നമ്മളുടെ കണ്ണുകളിലോട്ട് നോക്കി വെറും വാക്ക് പറയുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അതിൻ്റെ ഒരു പൂർണ്ണ ഇമോഷനോടെ വിശ്വസിച്ച് അതിനെ ഫീൽ ചെയ്ത് വേണം പറയാൻ. ഇതൊരു ഡെയിലി പ്രാക്ടീസാക്കി മാറ്റുക. എന്നും നിങ്ങൾ രാവിലെ നിങ്ങളോട് സംസാരിച്ചൊന്ന് തുടങ്ങി നോക്കൂ. ആ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങാം. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ആഴത്തിൽ റീപ്രോഗ്രാം ചെയ്തു തുടങ്ങും. അതിലൂടെ നമ്മുടെ ബ്രെയിനിനെ, നമ്മുടെ എല്ലാ വിഷ്വൽ ഇൻഫർമേഷൻസിനെയും, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്തു തുടങ്ങും നമ്മളുടെ ബ്രെയിൻ. ഇത് നിങ്ങൾക്ക് രാവിലെ എന്ന് തുടങ്ങി നിങ്ങളെപ്പോൾ മിററുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ഏതൊരവസരത്തിലും നമുക്കിത് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ബാത്റൂമിൽ കുളിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ നമ്മുടെ ഫോണിൽ സെൽഫി ക്യാം ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് സംസാരിക്കാം. ഇങ്ങനെ സംസാരിക്കുക. വളരെ പോസിറ്റീവായിട്ട് നമ്മളെ എൻകറേജ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നൽകി നേടിയെടുത്തതിന് ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട്, അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതൊരു പ്രാക്ടീസാക്കി മാറ്റുക. ആ ഒരു ചേഞ്ച് അത് പറയുന്നതിന് മുമ്പും പറഞ്ഞു തുടങ്ങിയതിന് ശേഷവുമുള്ള ജീവിതത്തിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്ത് തുടങ്ങും. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് പൂർണ്ണമായും വിശ്വസിക്കാൻ തുടങ്ങും. പിന്നീട് നമ്മൾ ഒരു മാനിഫെസ്റ്റേഷൻ മാഗ്നറ്റ് എന്നുള്ള രീതിയിൽ നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാനും നമ്മളുടെ ലാ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട്, വളരെ സിമ്പിളായിട്ട് നമുക്ക് വർക്കാവാനും തുടങ്ങും. ഏതൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് യൂസ് ചെയ്താലും നമ്മൾക്കത് സക്സസ് ആയി തുടങ്ങും. എപ്പോഴൊക്കെ ഇങ്ങനെ അവസരം കിട്ടുമ്പോഴും ഈ ഒരു മിറർ പ്രാക്ടീസ് നമുക്ക് ശീലമാക്കി മാറ്റാം. നിങ്ങൾ തന്നെ ആ മാറ്റം തിരിച്ചറിഞ്ഞു തുടങ്ങുമെന്ന് 100% ഉറപ്പാണ്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ പരീക്ഷിച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക, ലൈഫ് ചേഞ്ച് ചെയ്യുക. നമ്മൾക്ക് ലാ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ഒപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല പോസിറ്റീവ് കണ്ടൻറ്റുകളുമായിട്ട് കാണുന്നവരേക്കും എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.